അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, ലോകം അവസാനിക്കുമ്പോ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്ന ആളുകൾ രമ്യഹർമ്മങ്ങളിൽ മണിമേടകളിൽ താമസിക്കുന്ന കാലമുണ്ടാകും. അവർ വലിയ വലിയ കെട്ടിടങ്ങളിൽ, വലിയ വലിയ ഗോപുരങ്ങളിൽ, വലിയ വലിയ സിംഹാസനങ്ങളിൽ, വലിയ വലിയ സാമ്രാജ്യങ്ങളിൽ അവരെത്തപ്പെടുമെന്ന അള്ളാന്റെ ഹബീബിന്റെ തിരുവചനം പഠിപ്പിക്കുന്നത് ഒരു ഭാഗം ദാരിദ്ര്യത്തെയും മറുഭാഗം സമ്പന്നതയുമാണ്. അല്ലേ? ദാരിദ്ര്യത്തിന്റെ കൈപ്പനീര് കുടിച്ചൊരു സമൂഹം സമ്പന്നതയുടെ ഏറ്റവും ഉന്നതമായ നിലയിൽ എത്തിച്ചേരുമെന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു. അപ്പൊ ഏറ്റവും വലിയ ദാരിദ്ര്യം ആട്ടിടയർക്കാണ്, ഏറ്റവും വലിയ സമ്പന്നത കോടീശ്വരന്മാർക്കാണ്. അപ്പോ സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ള എന്ന് പറഞ്ഞ വില കുറഞ്ഞവരെന്നല്ല, അവര് സമൂഹത്തിൽ വില കുറഞ്ഞ ആളുകളെന്നല്ല, അത്രയും കഷ്ടപ്പാടുള്ളവരാണ് ആട്ടിൻപറ്റങ്ങളെ മേച്ചിട്ട് ജീവിക്കുക. അങ്ങനെയുള്ള ആളുകൾ, അതിൽപ്പെട്ട ഒരു പ്രതിനിധി, ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കാണ്, ചിരി പാല് കറന്നു തരുവോ? എനിക്ക് ദാഹിച്ചാൽ പോലും കുടിക്കാനുള്ള അനുവാദം എനിക്കില്ല, പിന്നെങ്ങനെ ഞാൻ നിങ്ങൾക്ക് തരും? എന്ന ഒരു ആടിനത്തെ അർത്ഥത്താ. എത്ര ആടുകളെ പ്രസവിക്കുന്നു? ഇപ്പൊ ഒരു പ്രസവത്തിൽ 2 വരും, 3 വരും, ചിലപ്പോ 1 വരും, അല്ലെ? അങ്ങനെയൊക്കെ വരൂലേ? അപ്പൊ അതിൽ ഒരെണ്ണം കുറച്ചു പറഞ്ഞപ്പോൾ ഇതൊന്നും യജമാനൻ നിങ്ങളോട് ചോദിക്കൂലല്ലോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആട്ടിൻപറ്റങ്ങളെ തെളിച്ചു പോകുമ്പോൾ ചെന്നായ പിടിക്കില്ലേ? അതിൽ ഒരെണ്ണം ചെന്നായ പിടിച്ചു എന്നങ്ങ് പറഞ്ഞാ പോരെ? ആ സമയത്താണ് ആട്ടിടയൻ ചോദിക്കുന്നു, എന്റെ യജമാനനെ കണ്ണു വെട്ടിക്കാം, പക്ഷേ എന്റെ റബ്ബിന്റെ കണ്ണു വെട്ടിക്കാൻ എനിക്ക് പറ്റുമോ? അപ്പൊ ആ ഒരു ബോധം നമുക്കുണ്ടോ? നമ്മുടെ ഇബാദത്തിൽ നമ്മൾ കാണുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇതിപ്പോ ഈ സ്ഥലം ആരുടേതാണ്? ആ മനുഷ്യൻ കുറച്ച് ജോലിക്കാരെ ഇവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഇത് ഇത്രയും നിങ്ങൾ അതിന്റെ ചപ്പ് ചവറുകൾ, ഇതിന്റെ കാടൊക്കെ ഒന്ന് എടുത്ത് പണിയെടുക്കണം, നന്നായി മതപ്രസംഗമൊക്കെ വരാൻ പോവാണ്, ക്ലിയർ ആക്കി കൊടുക്കണം, അത് ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഈ നാട്ടിലെ ഒരു മുതലാളി, ശ്രദ്ധിക്കണേ, ആ മുതലാളി ഇവിടെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തു. ഇയാൾ വീട്ടിലിരിക്കുക. ഈ ക്യാമറയുടെ സ്ക്രീൻ കൃത്യമായി അയാളുടെ ടേബിളിലുണ്ട്. അയാൾ ഈ സ്റ്റേജ് നിൽക്കുന്ന ഭാഗത്ത് നിൽക്കുന്നു, പണിക്കാര് പണിയെടുക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പണിക്കാർ പണിയിൽ എന്തെങ്കിലും ക്രമക്കേട് കാണിക്കുമോ? കാരണം പൈസ തരുന്നവൻ അടുത്ത് നിൽക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു ക്രമക്കേടുമില്ലാതെ കൃത്യമായി പണിയെടുക്കും അയാൾ. ഈ പണിയെടുക്കുന്ന ഈ തൊഴിലാളി പണിയെടുപ്പിക്കുന്ന മുതലാളിയെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പണിയെടുപ്പിക്കുന്ന മുതലാളി പണിയെടുക്കുന്ന തൊഴിലാളികളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നീ പണിയെടുക്കണം ഏതുപോലെ? നീ ഈ യജമാനനെ കാണുന്നത് പോലെ പരസ്പരം കണ്ടുകൊണ്ട് നിൽക്കുക, നല്ല പണിയെടുക്കും. ഇനി ഇയാൾക്കറിയാം മുതലാളി ഇവിടെ ഇല്ല, പക്ഷെ ഇല്ലെങ്കിലും ഇയാൾ ഒരു ക്യാമറ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. എങ്കിലും ഇയാൾ നന്നായിട്ട് പണിയെടുക്കും. കാരണം എന്താ? ഇയാള് മുതലാളിയെ കാണുന്നില്ലെങ്കിലും അയാൾ അവിടെ ഇരുന്നുകൊണ്ട് സ്ക്രീനിലൂടെ കാണുകയാണ്. ഇതാണ് പറഞ്ഞത്, നീ റബ്ബിനെ കാണും പോലെ ഇബാദത്തെടുക്ക്. നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഇഹ്സാനാണ്. ഇത്രയും ആവേശത്തോടെ ജാഗ്രതയോടെ ഇബാദത്തെടുക്കുന്ന ഒരാൾ. ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, നിസ്കാരത്തിൽ റബ്ബിനെ കാണുന്നുണ്ടോ? ഇല്ല, നമ്മൾ കാണുന്നില്ല. ഇനി ഒരാള്, ഞാൻ സുജൂദിൽ കിടന്നപ്പോ എന്റെ പടച്ചോനെ, കരുനാഗപ്പള്ളി പള്ളിയിൽ ഞാൻ സുജൂദിൽ കിടന്നപ്പോ, അല്ലെങ്കിൽ പുതിയകാവ് പള്ളിയിൽ ഞാൻ സുജൂദിൽ കിടന്നപ്പോ, അല്ലെങ്കിൽ ഷെയ്ഖ് മസ്ജിദിൽ ഞാൻ സുജൂദിൽ കിടന്നപ്പോ ആ ഗ്രാനൈറ്റിന്റെ മുകളിൽ ഞാൻ എന്റെ പടച്ചോനെ കണ്ടു എന്ന് പറഞ്ഞ അവരെ എത്രയും പെട്ടെന്ന് കുളമ്പറ കൊണ്ടുപോകണം. കാരണം അങ്ങനെ കാണൂല എന്ന് നമ്മൾ പഠിച്ചവരാണ്. അങ്ങനെ കാണാൻ പറ്റില്ല. ഇവിടെ വെച്ച് അള്ളാഹുവിനെ കാണാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹിനെ കാണും പോലെ ഇബാദത്തെടുക്കണമെന്ന് പറയുന്നത് കാണില്ല, നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായി CCTV ക്യാമറയുടെ നിരീക്ഷണമാണെന്നറിഞ്ഞ ചപ്പ് ചവറ് പോലും നമ്മൾ തള്ളാൻ തയ്യാറാവൂല. നമ്മൾ അതുപോലെ നമ്മൾ സൂക്ഷിക്കുന്നു. പഞ്ചായത്തിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ CCTV ക്യാമറ എന്ന് പറഞ്ഞ് പഞ്ചായത്തിന്റെ ഏതെങ്കിലുമൊക്കെ കോണിൽ ആഞ്ഞിലിന്റെ മുകളിലോ പോസ്റ്റിലോ ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്ന ക്യാമറകളൊന്നും വർക്കാവൂല. ഇതൊക്കെ ഒരുപാട് പോക്കറ്റ് ഇട്ട പൈസ ഇടവാക്കിയ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും വർക്കാവൂലെങ്കിലും നമ്മുടെ പേടി എന്താണ്? ഇനി വർക്കെങ്ങാനോ ആയാലോ എന്നൊരു പേടിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന ഒരു വേസ്റ്റ് കളയുന്നതിന് പോലും ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന, ഒരു വാർഡ് ഭരിക്കുന്ന ഒരു മെമ്പറെ പോലും പേടിയുള്ള ഒരു മനുഷ്യൻ
ജീവിതത്തിൽ എന്ത് തെമ്മാടിത്തരവും ചെയ്യുന്നു അള്ളാഹു കാണുന്നു എന്നുള്ള ഒരു ബോധവുമില്ല. അവനോട് പടച്ചവന് സ്നേഹമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും നമ്മൾ റബ്ബിനെ കാണുന്നത് പോലെ ഇബാദത്ത് എടുക്കണം. അതാണ് വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹുവിനെ നിങ്ങൾ ഇഹ്സാനോടെ നിങ്ങൾ പടച്ചവനോട് കടമ പൂർത്തീകരിക്കുക. കാരണം അല്ലാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. അവൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലാ യുൽഖി ഹബീബഹു ഇലന്നാർ. പരലോകത്ത് അല്ലാഹു നരകത്തിലേക്ക് അവനെ വലിച്ചെറിയില്ല. അല്ലാഹുവിന്റെ മാലാഖമാർ മുഴുവനും അവനെ സംതൃപ്തിയോടെ നോക്കും. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അവനെ അംഗീകരിക്കും. അവരുടെ ഇടയിൽ അവന് സ്വീകാര്യത ഉണ്ടാകുമെന്ന് ലോകത്തിന്റെ നായക മദീനയുടെ മണവാള നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ. ഇത് പടച്ചവനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ഇഹ്സാൻ കാണുന്നത് പോലെ ആരാധിക്കുക എന്ന് പറയുന്നത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നമ്മുടെ ഇടയിൽ ഒരു ഇഹ്സാൻ ഉണ്ട്. എന്താണെന്നറിയോ? വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ ഇടയിൽ ഒരു ഇഹ്സാൻ ഉണ്ട്. അതും കൂടി പൂർത്തിയാക്കണം. പടച്ചവനോടും പടപ്പിനോടുള്ള ബാധ്യതകൾ പരിപൂർണമായി പാലിക്കുമ്പോഴേ അള്ളാഹുവിന് ഇഷ്ടക്കാരനായി നമ്മൾ മാറുകയുള്ളൂ. അല്ലാതെ പള്ളിയും ഇബാദത്തുമായിട്ടൊക്കെ കഴിയുന്ന ഒരാള് ജീവിതത്തിൽ തന്റെ കൂടപ്പറപ്പുകളോട്, അയൽവാസികളോട്, മറ്റുള്ള ജനങ്ങളോട് മോശമായി പരുക്കമായി ഇടപെടുന്ന ഒരാൾക്ക് ഒരിക്കലും മുസ്ലിം എന്ന പേര് പള്ളിക്കാര് കൊടുക്കും, നാട്ടുകാര് കൊടുക്കും, വീട്ടുകാര് കൊടുക്കും, പടച്ച തമ്പുരാൻ കൊടുക്കില്ല. അതിനൊക്കെ ചില നിയമങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ കൂടി പാലിക്കുമ്പോഴാണ് അവൻ മുഹ്സിനാവുക. ആ മുഹ്സിനീങ്ങൾക്ക് മാത്രമാണ് അള്ളാഹു താലയുടെ ഇഷ്ടമുണ്ടാവുക. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആനയെ ചുമക്കാനൊന്നും അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. വലിയ പർവ്വതത്തെ എടുത്ത് ചുമക്കാനൊന്നും പടച്ചവൻ നമ്മോട് പറഞ്ഞിട്ടില്ല. നമുക്ക് കഴിയാത്തതൊന്നും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, കഴിയാത്തതൊന്നും അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഹ്സാൻ നാം നേടിയിരിക്കണം. അത് പടപ്പുകളോടുള്ള ഇഹ്സാൻ എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തു ആലി ഇംറാനിൽ അല്ലാഹു പറയുകയാണ് പടപ്പുകളോടുള്ള ഇഹ്സാൻ എങ്ങനെയാണ് എന്ന് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. സഹോദരങ്ങളെ, എങ്ങനെയാണ് ജനങ്ങളോടുള്ള ഇഹ്സാനെന്നറിയോ? ജനങ്ങളോടുള്ള ഇഹ്സാൻ എങ്ങനെയാണെന്നറിയോ? അല്ലാഹു പറയുകയാണ് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. ക്ഷേമത്തിലും ക്ഷാമത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ലാഭത്തിലും നഷ്ടത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ചെലവ് ചെയ്യുന്നവരാണ്. പണം വരുന്നു, ലാഭമുണ്ട്, കഷ്ടത്തിലല്ല, നഷ്ടത്തിലല്ല. വളരെ സന്തോഷകരമായ ജീവിതമാണ്. ആ സമയത്ത് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു ചെറിയ ലോക്ക്ഡൌൺ വന്നാൽ, അല്ലെങ്കിൽ ഒരു ദുഃഖം വന്നാൽ, ഒരു സങ്കടം വന്നാൽ, ഒരു വിപത്ത് വന്നാൽ പിന്നെ ഒരു രൂപ നമ്മൾ ചെലവാക്കൂല. നമുക്ക് വല്ലാത്ത ഭയമാണ്, പേടിയാണ്, ഭീതിയാണ്, സങ്കടമാണ്, വല്ലാത്ത വേദനയാണ്. ഇല്ല, സംഭാവനകൾ കൊടുക്കേണ്ടത്, ഹദിയകൾ കൊടുക്കേണ്ടത്, ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത്, ചാരിറ്റി നടത്തേണ്ടത് ഏത് പ്രതികൂല കാലാവസ്ഥയിലും ചെയ്യണമെന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണം കുന്നുകൂടുമ്പോഴോ കുമിഞ്ഞുകൂടുമ്പോഴോ മാത്രമല്ല ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത്. കയ്യിലൊരു നയാ പൈസ ഇല്ലാതെ സങ്കടപ്പെടുന്ന സമയം വരുമ്പോ ആ സമയത്ത് നമ്മൾ ചെലവ് ചെയ്യാൻ തയ്യാറാകണം. അതാണ് അല്ലാഹു പറഞ്ഞത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ വല്ലറാ. എത്രയോ സഹാബത്തിന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവര് നോമ്പ് പിടിക്കുന്ന എന്തിന്റെ പേരിലെന്നറിയോ? അവര് നോമ്പ് പിടിക്കുന്നത് വീട്ടിലെ ഭക്ഷണമില്ലാത്തതിന്റെ പേരിലാണ്. അവര് നോമ്പ് പിടിച്ച് പട്ടിണിയിലും വിശന്നൊട്ടിയ വയറുമായിട്ട് കഴിയുമ്പോൾ അവർക്ക് നോമ്പ് തുറക്കാൻ കിട്ടുന്ന സാധനങ്ങൾ പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയാ. എന്നിട്ടൊരു ഈത്തപ്പഴം കൊണ്ട്, പച്ചവെള്ളം കൊണ്ട്, കിട്ടിയാൽ ഒരു ഗ്ലാസ് പാല് കൊണ്ട് അവര് നോമ്പ് തുറന്നിട്ട് അല്ലാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്തെടുക്കുന്ന സഹാബത്തിന്റെ ചരിത്രങ്ങൾ. അവർക്ക് കിട്ടുന്ന ഹദിയകൾ, അവർക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ, അവർക്ക് കിട്ടുന്ന വെള്ളം, പാനീയങ്ങളല്ല. ആ പാനീയവും ആ ഭക്ഷണവും ആ സാധനങ്ങൾ മുഴുവനും പാവങ്ങൾക്ക് കൊടുത്തിട്ട് അവര് പട്ടിണിയോടെ അടുത്ത നോമ്പ് പിടിക്കുകയാ. എന്തുകൊണ്ടാണ്? യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. സന്തോഷത്തിന് സന്താപത്തിന് ചെലവ് ചെയ്യുന്നവരാ. ലാഭത്തിലും
നഷ്ടത്തിലും ലാഭത്തിലും ചെലവ് ചെയ്യുന്നവരാ പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള വിഭാഗമാണ്. അങ്ങനെ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവര് മുഹ്സിനീങ്ങളാണ്. ജനങ്ങളുടെ ഇഹ്സാൻ പൂർത്തീകരിക്കുന്നവരാ. വീണ്ടും അല്ലാഹു പറയുന്നവർ കാളിമീനൽ ഗൈള, ദേഷ്യമടക്കുന്നവനാ. വല്ലാതെ കലിതുള്ളി നിൽക്കുമ്പോ ദേഷ്യം വരുന്ന സമയത്ത് ആ ദേഷ്യം അങ്ങ് വിഴുങ്ങുന്നത് ജനങ്ങളോടുള്ള ഇഹ്സാനാണെന്ന് പരിശുദ്ധ ഖുർആൻ. ദേഷ്യം വന്ന് നിൽക്കുമ്പോ ഇപ്പൊ എനിക്ക് വല്ലാത്ത ദേഷ്യം വരിക, മൈക്ക് ശരിയാവുന്നില്ല. പക്ഷെ ഞാൻ വിഴുങ്ങുന്നത് എന്തുകൊണ്ടാ? ഞാൻ മുഹ്സിനായതുകൊണ്ടാ. ഇഹ്സാൻ, ജനങ്ങളോട് ഇഹ്സാൻ കാണിക്കണം. ദേഷ്യം കാണിക്കാൻ പാടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറയുന്നു വൽ കാലിമീനൽ ഗൈള, ദേഷ്യം വിഴുങ്ങണം. ദേഷ്യം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ, നെല്ലിക്കകയ്ക്കും പിന്നെ മതിരിക്കുന്നതാ. തഴവാസ്താദ് പറഞ്ഞതാ. ഇവിടുന്ന് എണ്ണിയാൽ ഇപ്പൊ നടന്നാൽ ഉറങ്ങുന്ന സമയത്തിന് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഒരു 10:30 മണിയാകുമ്പോ തഴവയിലെത്തും. അത്രയൊന്നും വേണ്ടെന്ന എന്റെ വിശ്വാസം. കാരണം ഞാൻ ചുറ്റുമൂലം പഠിക്കുന്ന സമയത്തൊക്കെ അസർ കഴിഞ്ഞിട്ട് നടക്കാൻ പോകും. തഴവാ ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്യും. എല്ലാ ദിവസങ്ങളിലും തഴവാ ഉസ്താദിന്റെ ഖബറിലോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖ് ഹസൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹു തന്റെ ശിഷ്യഗണങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖ് മസ്ജിദിലോ സിയാറത്ത് ചെയ്യാൻ വരും. അസറിനേശം ഒരു നടക്കലുമായി, ഒന്ന് പുറം ലോകം കാണലുമായി, ഒന്ന് ശുദ്ധമായി ശ്വസിക്കലുമായി, അതോടൊപ്പം നല്ലൊരു സിയാറത്തുമായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് പറഞ്ഞത് ദേഷ്യം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ, നെല്ലിക്കൽ കയ്ക്കും പിന്നെ മധുരിക്കുന്നതാ. എന്റെ പ്രിയപ്പെട്ട ആദ്യം നമുക്ക് വല്ലാത്തൊരു പ്രയാസമാണ് ഒന്ന് വിഴുങ്ങാൻ. നമ്മുടെ മുമ്പിൽ വന്നിട്ട് തെറി വിളിക്കുന്നവനെ ഏറ്റവും കൂടുതൽ ഈ ദേഷ്യം വിഴുങ്ങുന്ന ആരെന്നറിയും? ഞാൻ കണ്ട ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത് രാഷ്ട്രീയക്കാരാണ്. എന്തൊക്കെയാ പറയുന്ന മൈക്കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ആലോചിച്ച് പടച്ചോ, ഇതൊക്കെ എന്തൊരു ക്ഷമയാണ്. ഞാനൊക്കെ ആണെങ്കിൽ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ട് ഇറങ്ങിയിട്ട് അവനെ പിടിച്ചത് കിട്ടവന്റെ കരണ കുത്തിക്കൊണ്ട് കൊടുക്കാൻ തോന്നും. കാരണം ശുദ്ധമായ ഒരുപാട് ആക്ഷേപങ്ങളും വിമർശനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. കാരണം എന്താ? അവർക്കറിയാം ഇത് പൊളിറ്റിക്കലാണ്. ഞാനിത് പറഞ്ഞാൽ എനിക്ക് 10 വോട്ട് വീഴും. അവനറിയാം ഞാനത് പറയണയാ, നീ അത് പറഞ്ഞോ, ഞാനും അപ്പുറത്തെ വേദിയിൽ ഇത് പറയുമെങ്കിൽ അവിടെ 5 വോട്ട് എനിക്ക് വീഴൂ. ഇത് പരസ്പര ധാരണയാണ്. അതുകൊണ്ടാണ്. അല്ലാതെ അവർക്ക് മനുഷ്യന്റെ സ്വഭാവമായ ആ ഒരു ദേഷ്യം വിഴുങ്ങാനുള്ള അത്രയും വലിയ ആത്മാർത്ഥമായ ക്ഷമയൊന്നും ഉള്ളത് കൊണ്ടല്ല. അവർക്കറിയാം പൊളിറ്റിക്കൽ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം ആയി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്റെ സഹോദരങ്ങളെ, ജനങ്ങളോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം അടക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ലൈസ ശദീദു ബിസ്സുറഅ, അടി കൊടുക്കുന്നവനല്ല ശക്തൻ. പിന്നെയോ ദേഷ്യം വരുമ്പോ അങ്ങനെ തന്നെ വിനയത്തോടു കൂടി അവിടെ ഇരിക്കാൻ കഴിയുന്നവനാണ് ശക്തൻ. കാരണം അവന്റെ ആത്മാവിനെ, അവന്റെ നഫ്സിനെ, അവന്റെ ഹൃദയത്തിന്റെ ചലനങ്ങളെ, അവന്റെ ശരീരത്തിന്റെ വൈകാരികമായ ചിന്തകളെ കടിഞ്ഞാണിടാൻ കഴിയുമല്ലോ. അതാണ് ഏറ്റവും വലിയ ധൈര്യം, ഏറ്റവും വലിയ ധൈര്യം, ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ പവർ. അതാണ്. അല്ലാതെ ഉലകത്തിനെ ഈ കൈകാരില്ലാത്തവരെ തല്ലലല്ല ആംബിയർമാരും എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ മറ്റുള്ളവർ പറയുന്നത്, എടാ നല്ലവരെ തിരിച്ചടിക്കുന്നവരുടെ നീ വന്ന് നോക്ക്, നല്ല കടകളിൽ നീ ചാപ്പാട് കഴിച്ചിട്ടില്ല, നല്ല കടകളിൽ നീ കൊണ്ടിട്ടില്ല, അതുകൊണ്ടാന്നൊക്കെ പറയൂലേ. എന്റെ അർത്ഥം എന്താ? നമുക്ക് ശക്തി, നമ്മളൊക്കെ ശക്തി കുറഞ്ഞവരെ നമ്മളെ തല്ലിയിട്ട് പറയാൻ ഞാൻ വലിയ ശക്തനാണല്ല. ദേഷ്യം വരുമ്പോൾ അടക്കി പിടിച്ചവിടെ ഇരുന്ന് അതിന് എത്ര മാർഗങ്ങൾ പറഞ്ഞു. നീ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുന്നവനാണെങ്കിൽ നിക്ക്. ഇതൊന്നും അല്ലെങ്കിൽ നീ എന്ത് വേണം? പെട്ടെന്ന് പോയി. കാരണം ദേഷ്യം ശൈത്താന്റെ ഭാഗത്ത് നിന്നാണ്. ശൈത്താനെ തീയിൽ നിന്നാണ് പടച്ചത്. അതുകൊണ്ട് കോപം വരുമ്പോൾ അവൻ ഒതുവെടുക്കട്ടെ. ഈ ദേഷ്യം മാറുമെന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ലോകത്താരും ഭർത്താവിന് ദേഷ്യം വന്ന് ഭാര്യമായിട്ടെന്തോ പ്രശ്നത്തില് ഭർത്താവ് എന്ത് വേണം? ചെലവേടുത്തോടെ തലയടിക്കണ്ട, അവളെ അടിച്ച് പൊട്ടിക്കണ്ട, അവളെ മാപ്പായ പിടിച്ച് തെരുവിളിക്കണ്ട. എന്ത് വേണം? പെട്ടെന്ന് ഒതുവെടുക്കുക. ഒതുവെടുത്തപ്പോഴേക്ക്
ദേശം ക്ഷമിക്കും. കാരണം ഈ ദേശം ഉണ്ടാക്കിയത് ശൈത്താനാണ്. ശൈത്താനെ പടച്ചത് തീ കൊണ്ടാണ്. തീയെ തണിപ്പിക്കാൻ വെള്ളത്തിന് കഴിയും. അതുകൊണ്ട് കൊടുക്കട്ടെ എന്ന് മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ദേശം അടക്കണം. ഒരു ദിവസം ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ സദ്ദു മിൻ കുല്ലി ശൈഇ, ലോകത്തെ ഏറ്റവും വലിയ ശക്തമായ ഏറ്റവും വലിയ ശക്തി ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പവർ ഏതാണ്, ലോകത്തെ ഏറ്റവും വലിയ വീര്യം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബിയോട്, അൽ-ഗളബു മിനല്ലാഹ്, ലോകത്തെ ഏറ്റവും വലിയ ഭീകരവും ബീഭത്സവുമായത് ഏതെന്നറിയോ? അത് പടച്ചവന്റെ ദേശമാണ്, അല്ലാഹുവിന്റെ കോപമാണ്. ആ സമയത്ത് സഹാബി വീണ്ടും ചോദിച്ചു, ഫമാ യുജിമിനാ യാ റസൂലല്ലാഹ്, റബ്ബിന്റെ ദേശത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് പറഞ്ഞു തരുമോ? ആ സമയത്താണ് ഹബീബായ നബി പറയുക, തഗ്ലബ്, നീ ദേഷ്യപ്പെടാതിരുന്നാ മതി. നീ ദേഷ്യപ്പെടുമോ പടച്ചവന്റെ ദേഷ്യം വരും. ആ ദേഷ്യം ലോകത്തെ ഏറ്റവും വലിയ ഭീകരമാണ്, ലോകത്തെ ഏറ്റവും വലിയ ബീഭത്സമാണ്. മുസ്ലിം സഹോദരാ, അല്ലാഹുവിന്റെ ദേശത്തിന്റെ ഭാഗമല്ലേ ചെറിയ രീകല്ല് കണ്ട സുനാമി? അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ദേശത്തിന്റെ ഒരു ചെറിയ പ്രതിഫലനമല്ലേ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭാഗികമായി മൂന്നാമത്തെയും പ്രളയം കണ്ടത്? അല്ലാഹുവിന്റെ ദേശത്തിന്റെ പ്രതിഫലനമല്ലേ നമ്മൾ ഓരോരുത്തരും ഈ നിപ്പയും അതുപോലെ ഓക്കിയും അതുപോലെ തന്നെ ഒരുപാട് വൈറസുകൾ. ഏറ്റവും ഒടുവിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റബ്ബ് തന്ന അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദേശത്തിന്റെ പ്രതിഫലനങ്ങളിൽ ഒരു ചെറിയ പ്രതിഫലനമാണ് ഇന്ന് കോവിഡ് വൈറസ് എന്ന് പറയുന്ന കൊറോണ. ഇതെല്ലാം പടച്ചവന്റെ ദേശത്തിന്റെ ഒരു ചെറിയ പ്രതിഫലനമാണ്, റിയാക്ഷൻ ആണെങ്കിൽ ഈ ഉമ്മത്തെ അല്ലാഹുവിന്റെ ദേശം ലോകത്തെ ഏറ്റവും വലിയ ദേശമാണ്, ലോകത്തെ ഏറ്റവും വലിയ ഭീകരമാണ്, ലോകത്തെ ഏറ്റവും വലിയ ഗാംഭീര്യമാണ്, ലോകത്തെ ഏറ്റവും വലിയ ബീഭത്സതയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് തന്റെ പ്രിയപ്പെട്ട സദീഖിനോട്, സഖാവിനോട്, സഹാബിയോട്, അനുസരനോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു. സഹോദരങ്ങളെ, നബി തങ്ങളുടെ മുന്നിൽ വന്ന ഒരു മനുഷ്യൻ ചോദിച്ചു, നബിയേ ഔസിനി യാ റസൂലല്ലാഹ്, എന്നെ വന്ന് ഉപദേശിച്ചാൽ നബിയേ എന്ന് പറഞ്ഞപ്പോൾ, എന്നെ വന്ന് ഉപദേശിക്കുമോ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യനോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലാ തഗ്ലബ്, ദേഷ്യപ്പെടരുത്. വീണ്ടും പറഞ്ഞു, നബിയേ മറ്റൊരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഔസിനി യാ റസൂലല്ലാഹ്, ഒന്ന് ഉപദേശിക്കുമോ? നബി തങ്ങൾ എന്തെല്ലാം പറയാനുണ്ട്? നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, ഹജ്ജിന് പോകണം, സക്കാത്ത് കൊടുക്കണം, കള്ള് കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, പലിശ വാങ്ങരുത്, പരദൂഷണം പറയരുത്, ഏസരി പറയരുത്, ഇതൊക്കെ പറയാമായിരുന്നിട്ടും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ല, തഗ്ലബ്, കോപിക്കരുത്. 3 ദിവസം കഴിഞ്ഞു വീണ്ടും വന്നു ആ മനുഷ്യൻ. എന്നിട്ട് ചോദിച്ചു, നബിയേ ഔസിനി യാ റസൂലല്ലാഹ്, ഒന്ന് ഉപദേശിക്കൂ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തഗ്ലബ്, കോപിക്കരുത്, ദേഷ്യപ്പെടരുത്. എന്താ കാര്യം അറിയോ? ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആകെയുള്ളൊരു സ്വഭാവം ദേഷ്യമാണ്. ചില ആളുകളെ കണ്ടിട്ടുണ്ട്, പള്ളിയിൽ നിസ്കരിക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജിന് പോകും, എല്ലാ കാര്യങ്ങളും ക്ലിയറാണ്. പക്ഷെ അയാളുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു മൈനസ്, ഏറ്റവും വലിയ ഒരു ദുർബലത, ഏറ്റവും വലിയ ഒരു മോശമായ സ്വഭാവം ദേഷ്യമാണ്. ആ മനുഷ്യനോട് എന്തെങ്കിലും ഒരു ഉപദേശം തരുമെന്ന് ചോദിച്ചു വന്നപ്പോ അത് ഒരിക്കൽ വന്ന ഒരു സഹാബിയോട് എന്ന് പറഞ്ഞതല്ല, പല ഘട്ടങ്ങളിൽ വന്നിട്ട് ഉപദേശിക്കൂ നബിയെ എന്ന് പറഞ്ഞപ്പോ അയാളിൽ ആകെയുള്ള സ്വഭാവമായതുകൊണ്ട് തന്നെ നബി തങ്ങൾ പലവട്ടവും പറഞ്ഞു, കോപിക്കരുത്. ദേഷ്യം അടക്കുക എന്നുള്ളത് മനുഷ്യരുടെ ഇടയിലുള്ള ഇഹ്സാനാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് കേൾക്കണോ? ഈ ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ ഈ ദേഷ്യം വരുമ്പോൾ ശൈത്താൻ എവിടെ ഇരിക്കുന്നതെന്നറിയോ? ശൈത്താൻ നമ്മുടെ രാത്രി കിടക്കുമ്പോൾ എവിടെ ഇരിക്കുന്നത്? എവിടാണ്? പഠിച്ചു വെച്ചോളി. ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ കണ്ട് ഇനി ഒരുപാട് നാൾ ജീവിക്കുമെന്ന ഒരു പ്രതീക്ഷയും വേണ്ട. ഈ ദുനിയാവിൽ വെച്ച് ശൈത്താൻ എവിടെയാണ് രാത്രി ആവാർക്കുന്നതും അവന്റെ ഹാർട്ട് ചെയ്യുന്നത് എവിടാണ്, അവൻ രാത്രി കിടന്നുറങ്ങുന്നത് എവിടാണ് എന്ന് പഠിക്കാതെ മരിച്ചുപോയത് മോശമാണ്.
രാത്രി എവിടെയാണ് ശൈത്താൻ കിടന്നുറങ്ങുന്നത്? അവന്റെ ഹൈഷൂമിലാണ്, അവന്റെ തരിമൂക്കിലാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ഇതിനകത്തുണ്ടല്ലോ, അവിടാണ് ശൈത്താൻ രാത്രി ഉറങ്ങുന്നത്. അതുകൊണ്ട് എഴുന്നേറ്റ ഉടനെ മൂക്ക് ചീറ്റി അതൊക്കെ പുറത്ത് കളയണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു മനുഷ്യന് ദേഷ്യം വരുമ്പോൾ ആ മനുഷ്യന്റെ മൂക്കിന്റെ അഗ്രഭാഗത്ത് ശൈത്താൻ ഇങ്ങനെ ചൊറിഞ്ഞു തരും. ശൈത്താൻ. അതുകൊണ്ടാണ് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കാൻ പറയും, ധൈര്യം കാരണം ഈ ദേഷ്യം വരുന്നത് മൂക്കിന്റെ ഭാഗത്ത് പിശാച് തുറക്കുമ്പോഴാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു, ജീവിതത്തിൽ നമ്മൾ ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല. അത് ജനങ്ങളോടുള്ള ഇഹ്സാനാണ്. അപ്പൊ മറക്കരുത്, മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലുള്ള ഇഹ്സാനും, മുഹ്സിൻ എന്ന് പറഞ്ഞാൽ അവൻ ജീവിതത്തിൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ദാനധർമ്മം ചെയ്യണം. കോവിഡിലും അല്ലാത്തപ്പോഴും ഒക്കെ ദാനധർമ്മം ചെയ്യണം. അൽഹംദുലില്ലാഹ്. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ വേറെ മഹല്ലുകളെ പറ്റി എനിക്കറിയില്ല, ഞാനൊന്നും പറയുന്നതല്ല. ഞാൻ അറിഞ്ഞൊരു മഹല്ലിനെ പറ്റി പറയാം. ചുറ്റുമൂലം മുസ്ലിം ജമാഅത്തിനെ പഠിച്ച ഒരു മഹല്ല. ആ മഹല്ലിനെ സംബന്ധിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, ഈ കോവിഡിന്റെ ഒരു കൊല്ലം കോവിഡിന്റെ രൗദ്രതയിൽ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുമ്പോഴും ആ മഹല്ലിലെ ഒരു ജീവനക്കാരന് പോലും ഒരു രൂപ പോലും കുറച്ചിട്ടില്ല. ഒരു രൂപ പോലും ആയിരങ്ങൾക്ക് കുറച്ച്. നിങ്ങൾ പിന്നെ കോവിഡ് അല്ലേ, അതുകൊണ്ട് പകുതി ശമ്പളം അല്ലെങ്കിൽ കായ് ശമ്പളം അല്ലെങ്കിൽ മുക്കാൽ ശമ്പളം അല്ലെങ്കിൽ അര ശമ്പളം ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ചില്ല എന്ന് പറയുന്നു. ഞാനൊരു 3 ദിവസം മുമ്പ് പ്രസംഗിച്ചു കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ആവിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ചെന്നപ്പോ എന്നോട് അവര് പറയുന്നു, ഉസ്താദേ, ഞങ്ങൾ അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ പള്ളിയിൽ ഉസ്താദുമാർക്ക് ശമ്പളം കുറച്ചിട്ടില്ല. ഇത് പറയുന്നത് ഉസ്താദുമാരെ ശമ്പളം കുറഞ്ഞതിന്റെ പേരിൽ എല്ലാ മരത്തിൽ കെട്ടിലൂക്കി മരിച്ചു എന്നതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒന്നും മരിക്കൂല. അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്ക്, ഒരാളുടെ 2 മക്കൾ, ഒരാൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഒരാൾ ഒരു പള്ളിയിലെ ഇമാമാണ്. അദ്ദേഹം പ്രസംഗിച്ചപ്പോ പറയാണ്, എനിക്ക് കിട്ടുന്ന ശമ്പളം അന്ന് പറയാണ് 3000 രൂപയാണ്. ഞാനിവിടെ പഠിക്കുന്ന സമയത്ത് ഒരു ഉപദേശം കേട്ടതാണ്. 3000 രൂപയാണ് എനിക്ക് കിട്ടുന്ന സാലറി. എന്റെ ജ്യേഷ്ഠന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, കിട്ടുന്നത് 30,000 രൂപ. എനിക്ക് കിട്ടുന്നത് 3000 രൂപ. ഈ ജ്യേഷ്ഠൻ മാസാവസാനാവുമ്പോ എന്നോട് ചോദിക്കും, വല്ല ചില്ലറ ഇരിപ്പുണ്ടോ? കടമായിട്ട് മതി, അടുത്ത മാസം എടുക്കാം. കാരണം ഈ കിട്ടുന്ന 30-ൽ ബറക്കത്തില്ല, ഈ കിട്ടുന്ന 3000-ൽ ബറക്കത്തില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ നമ്മുടെ നാടുകളിൽ അങ്ങനെ ഒരു നല്ലൊരു സാഹചര്യങ്ങളും നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു നിർത്തട്ടെ. ഞാൻ പറഞ്ഞത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കാൻ മനസ്സുണ്ടാകണം. ഇപ്പൊ നോക്ക്, ഇവിടെ 3 വീൽ ചെയറിലിരിക്കുന്നു. ബാക്കി ഒരുപാട് പേർക്ക് സാമ്പത്തിക സഹായം ഇപ്പൊ കൊടുത്തു. ബഹുമാനപ്പെട്ട നിയാസ് മൗലവിയോട് പറഞ്ഞു, ഒരുപാട് പേർക്ക് സാമ്പത്തിക സഹായം കൊടുത്തു. ഇനി എന്നോട് പറയാണ്, ഇവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി ഒരു കളക്ഷൻ എടുത്ത് തരണം. ഇപ്പോഴല്ല, അടുത്ത വർഷം. എന്ത് കോവിഡ്, എന്ത് പ്രളയം, എന്ത് വന്നാലും നമ്മുടെയൊക്കെ സംരക്ഷകൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ ഖജനാവ് വിശാലവുമാണ്. അതൊരിക്കലും പറ്റിപ്പോവുകയില്ല. പിന്നെന്തിന് നമ്മൾ പേടിക്കണം? അതുകൊണ്ട് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ കൊടുക്കണം എന്ന് പറയുമ്പോ ചിലപ്പോ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റ വ്യത്യാസം വരും. എങ്കിലും കൊടുക്കാൻ മനസ്സുണ്ടാകണം. ചില മുതലാളിമാരുണ്ട്, അത് തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, അവര് പ്രതിസന്ധികൾ വരുമ്പോ കൊടുക്കൂല. എന്താണെന്നറിയോ? ചിലപ്പോ ഈ പ്രതിസന്ധി നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഉള്ളതൊക്കെ അങ്ങോട്ട് കൊടുത്താൽ ചിലപ്പോ നമ്മൾ തന്നെ പട്ടിണിയായി പോകും എന്ന് പറഞ്ഞിട്ട് പ്രതിസന്ധി ഉള്ളപ്പോ കൊടുക്കൂല. ശ്രദ്ധിക്കണേ, സാമ്പത്തികം നല്ലപോലെ കിട്ടുമ്പോ കൊടുക്കും, മാറി കൊടുക്കും. കാരണം കൊണ്ട് കച്ചവടം നടക്കുന്നുണ്ട്, എല്ലാ റാഹത്താണ്. ഇനി ചില ആളുകൾ നേരെ തിരിച്ചാൽ സാമ്പത്തികം ഉള്ളപ്പോ ഒന്നും കൊടുക്കൂല. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴോ, അല്ലാഹുവേ നീ എന്നെ പണിയാണോ, പടച്ചോനെ അതാ 10 പള്ളിക്ക് ഇരിക്കട്ടെ, ഇതുവരപ്പിക്കുന്നു. ബുദ്ധിമുട്ട് വരുമ്പോ പള്ളിക്ക്. ഇത് രണ്ടും തെറ്റാണ്. കൊടുക്കണം എപ്പോഴും. സന്തോഷത്തിലും സന്താപത്തിലും ലാഭത്തിലും നഷ്ടത്തിലും കഷ്ടത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് സാഹചര്യങ്ങളിലും മാറി വരുന്ന കാലാവസ്ഥകളിൽ നമുക്ക് കൊടുക്കാൻ മനസ്സുണ്ടാകണം. ഒപ്പം നമ്മുടെ ജീവിതത്തിൽ ദേഷ്യമടക്കണം. മൂന്നാമതായിട്ടുണ്ടാകേണ്ടത് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കണം, ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണം. ഇത്
ഇഹ്സാനാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോനാണ്, ഫാത്തിമ ബീവിയുടെ പൗത്രനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചോരയാണ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന് ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു, ഒരു ഖദ്ദാമയുണ്ടായിരുന്നു, ഒരു വേലക്കാരി ഉണ്ടായിരുന്നു, ഒരു സേവകയുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചെറിയ കിണ്ടിയിൽ വെള്ളമെടുത്തിട്ട് മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വുളൂ ചെയ്യാ. സൈനുൽ ആബിദീൻ തങ്ങൾ ഇങ്ങനെ വുളൂവെടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ ജോലിക്കാരിയുടെ കയ്യിൽ നിൽക്കുന്ന കിണ്ടി നിലത്ത് വീഴുമ്പോൾ ആ നിലത്ത് വീഴുന്നതിന് മുമ്പ് സൈനുൽ ആബിദീൻ തങ്ങളുടെ ശരീരത്തിൽ തട്ടിയാണ് നിലത്ത് വീണത്. ആ സമയത്ത് നന്നായിട്ട് വേദനിച്ചു സൈനുൽ ആബിദീൻ തങ്ങൾക്ക്. സൈനുൽ ആബിദീൻ തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? ആ പെണ്ണിനെ ഇങ്ങനെ ഒന്ന് കണ്ണ് ഉരുട്ടി നോക്കുകയാ. കണ്ണിങ്ങനെ ഉരുട്ടിക്കിട്ട് ആ പെണ്ണിനെ നോക്കിയപ്പോ ആ പെണ്ണ് സാധാരണ പെണ്ണായിരുന്നില്ല. ആ പെണ്ണ് നല്ല അറിവുള്ള പെണ്ണാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച പെണ്ണാ. ആ പെണ്ണ് സൈനുൽ ആബിദീൻ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതെന്തെന്നറിയോ? വൽ കാളിമീനൽ ഗൈൽ. ദേഷ്യമടക്കണമെന്നല്ലേ ഖുർആൻ പറഞ്ഞു തന്നർത്ഥത്തിൽ ആ പെണ്ണിന്റെ കയ്യിൽ നിന്നൊരു അബദ്ധം വന്നപ്പോ സൈനുൽ ആബിദീൻ തങ്ങൾ മർദ്ദിക്കുമെന്ന് ഭയപ്പെട്ട പെണ്ണ് ആയത്തോടുമ്പോ സൈനുൽ ആബിദീൻ തങ്ങൾ പെട്ടെന്ന് കണ്ണ് താഴോട്ട് മാറ്റുകയാ. ആ പെണ്ണിനറിയാം ഇപ്പോഴൊന്നും ചെയ്തില്ലെങ്കിലും പിന്നീട് എന്നെ മർദ്ദിച്ചാലോ. വീണ്ടും ആ പെണ്ണോടുകയാണ് ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുകയാണല്ലോ. മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ പറഞ്ഞു, പെണ്ണേ നിന്നെ നീ ഇതിനെ പറ്റിയുള്ള ചോദ്യമൊന്നുമില്ല കേട്ടോ. ആ സമയത്ത് കിട്ടിയ അവസരമല്ലേ. ആ പെണ്ണ് ഓതി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു ഗുണവാന്മാരെ മുഹ്സിനീങ്ങളെ ഇഹ്സാനുള്ളവരെ ഇഷ്ടപ്പെടുകയാണ്. ഇത് കേട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അംബിഹുർലി വജ്ഹില്ലാ. അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയിട്ട് നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുകയാ. നിന്നെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. പൊക്കോ, നീ സ്വതന്ത്രയാണ്. നമ്മളാണെങ്കിലോ കിണ്ടി എടുക്കും, തലയിൽ അടിക്കും, വേറെ ഒന്നുമില്ല. ആയത്തല്ല ഇനി ഹത്ത് ഓതിയാ പോലെ നമ്മുടെ മനസ്സ് മാറൂല. സൈനുൽ കയ്യിൽ ശരീരത്തിൽ വേദന വന്ന് പൊളഞ്ഞു നിൽക്കുമ്പോഴാണ് അങ്ങനെ നോക്കി മുകളിലോട്ട് അവൻ പറഞ്ഞു കലംതു വൈലി, ദേഷ്യം കടക്കിയടി. ആ പിന്നീട് എന്നെ ഉപദ്രവിക്കാനല്ലേ കൂടി അല്ല പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു പുറത്തു. ഇനി ചോദ്യമല്ലേ അതിനെ പറ്റി. കിട്ടിയ അവസരമല്ലേ, വീട് കിട്ടിയ അവസരമല്ലേ, പെണ്ണല്ലേ സാധനം. ഖുർആൻ അറിയാമെങ്കിലും പെണ്ണ് പെണ്ണെന്നല്ലോ. അപ്പൊ പെണ്ണ് പറഞ്ഞു അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു തആല ഇഹ്സാനുള്ളവരെ ഇഷ്ടപ്പെടുകയാണ്. അപ്പൊ സൈനുൽ ഞങ്ങൾ പറഞ്ഞു അന്തി ഹുർറുൽ ലിവജ്ഹില്ലാ, ഞാൻ അല്ലാഹുവിന് വേണ്ടി പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇതാണ് ജനങ്ങളോടുള്ള ഇഹ്സാൻ. ഇത് രണ്ടും, അല്ലാഹുവോടുള്ള ഇഹ്സാനും ജനങ്ങളോടുള്ള ഇഹ്സാനും നമ്മൾ പാലിച്ചാൽ അല്ലാഹു പറയുന്നു വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. വല്ലാഹു ലാ യുൽഖി ഹബീബഹു ഇലന്നാർ. അല്ലാഹു അവന്റെ ഹബീബിനെ നരകത്തിൽ എറിയില്ലെന്ന് ആരംഭപ്പോവേ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ തുടങ്ങിക്കോ. എപ്പോ വേറെ ഒന്നും വേണ്ട, കൈകെട്ടി നിസ്കരിക്കുമ്പോ എന്നെ റബ്ബ് കണ്ടുകൊണ്ട് നിൽക്കുക. വേറെ ഒന്നും വേണ്ട. നമ്മൾ കിട്ടാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പ പള്ളിയുടെ മൂലക്കിരിക്കുകയാണ് ഖുർആൻ ഓതിക്കൊണ്ട്. പുതിയാപ്പിളാകാൻ പോകുന്ന നമ്മൾ നിനക്ക് വലിയ തഹശ്ശുവും ഖുദൂഉം തഖ്വയും ഭയഭക്തിയൊക്കെ കാണിച്ചാലേ ചിലപ്പോ സ്ത്രീധനം കൂടുതൽ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താ ഭയങ്കര നിസ്കാരം. കാരണം യവന് പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിലോ യവൻ നല്ലവരാണ്, നിസ്കാരമുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ വേണ്ടി കൈകെട്ടുക. കേവലം കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പ പള്ളിയുടെ മൂലയ്ക്ക് തെക്കുഭാഗത്തിരിക്കുന്നു എന്ന് കാണുമ്പോ അവനുണ്ടാകുന്ന നമസ്കാരത്തിന്റെ ചൈതന്യം മാറ്റം പോലെയാണോ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്? അല്ല, അള്ളാഹു നമ്മളെ കാണുകയാണ്. അതുകൊണ്ട് കൃത്യമായി നമ്മുടെ ഈ ഭാഗത്തുകളിൽ നോമ്പിൽ എല്ലാ പ്രവർത്തനങ്ങളിലും പടച്ചോ കാണുന്നുണ്ടെന്ന് നോക്കുന്നു. അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ ഒന്നും ഒരിക്കലും അവനെ കണ്ണുവെട്ടിക്കാൻ നമുക്ക് കഴിയില്ല. അവനെ കണ്ണുകൾ കാണില്ല. അവൻ കണ്ണുകളെ കാണും. അവൻ കണ്ണുകളെ കാണും. വെള്ളിക്കണ്ണു കൊണ്ടുള്ള നോട്ടം പോലും അവൻ അറിയുന്നു.
പാതിരാത്രിയിൽ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കി നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ചിമ്മൽ പോലും അള്ളാഹു അറിയുന്നുണ്ട്. കൃഷ്ണമണിയുടെ ചലനം പോലും അള്ളാഹു അറിയുന്നുണ്ട്. പക്ഷേ ഒരു കണ്ണും അവനെ കാണില്ല. അവൻ കണ്ണുകളെ കാണും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. തൽക്കാലം ആ ഒരെണ്ണം അത്ര മതി. ഇനി രണ്ടാമത് അള്ളാഹു ഖുർആനിലൂടെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ വിഭാഗമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു തീരില്ല. 8 വിഭാഗങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം പറയാൻ നമുക്ക് സമയമില്ല. ബാക്കി ഇൻഷാ അല്ലാഹ് ഉസ്താദുമാര് പറഞ്ഞു തരും. ഞാനത് ഏതാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. വിശദീകരണങ്ങളൊക്കെ മറ്റൊരവസരത്തിലാകാം. തെരഞ്ഞെടുപ്പൊക്കെ കഴിയട്ടെ, ഇതിന്റെ ചൂടൊക്കെ കഴിയട്ടെ, എല്ലാം കഴിയട്ടെ. കഴിയുമ്പോ ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു സങ്കടം കൂടെ ഞാൻ ബോധിപ്പിക്കുകയാണ്. കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും സ്വദേശത്തും വിദേശത്തും ഒക്കെ ഇരുന്ന് ലൈവ് കാണുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും എന്നെ കേൾക്കുന്ന എന്നെ ലൈവായിട്ട് കാണുന്നവരോടും ഈ പരിപാടി ലൈവായിട്ട് വെളിയിൽ നിന്ന് കാണുന്നവരോടും എനിക്ക് പറയാനുള്ളത്, പത്രത്തിലൊക്കെ വായിക്കുന്ന വാർത്തകൾ വളരെ വേദന തോന്നുന്ന വാർത്തകളാണ്. ഇലക്ഷന് ശേഷം കോവിഡ് രൂക്ഷമാകാൻ സാധ്യതയുണ്ട്, ജാഗ്രത പാലിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ വീണ്ടും ലോക്ക്ഡൌൺ ആകും എന്നാണ്. ഒരു വിശ്വാസിക്ക് ഇനിയും ആ നീറ്റല് ഒന്നുകൂടി ശവത്തിൽ കുത്തുക എന്ന് പറയുന്നത്, മുറിവിൽ വീണ്ടും കത്തിക്കൊണ്ട് പോറുക എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റില്ല. ഒന്ന് തിരുത്തി എഴുതിക്കൂടെ? റമളാന് ശേഷം, പെരുന്നാളിന് ശേഷം കോവിഡ് രൂക്ഷമാകും, ജാഗ്രത പാലിക്കണോ? എല്ലാ പാർട്ടികളും ഒരു പാർട്ടി നല്ല ആവുമ്പോഴാണല്ലോ വിഷമം വരിക. ഭരണവും പ്രതിപക്ഷവും ഘടകകക്ഷികളും കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും എല്ലാവരും റോഡ് ഷോ നടത്തുന്നു, എല്ലാവരും അങ്ങോട്ട് പോകുന്നു. നമ്മളും അതിലൊരു ഭാഗവാക്കാണ്, നമ്മളും ഒരു പാർട്ടിക്ക് വോട്ടിടും, അതൊക്കെ ശരിയാണ്. പക്ഷേ എല്ലാ പാർട്ടികൾക്കും ഇങ്ങനെ ആവേശത്തോടെ റോഡുകളിൽ ഇറങ്ങി നടക്കാൻ അനുവാദം കൊടുത്തിട്ട് അവസാനം ഞങ്ങളുടെ പുണ്യ റമളാൻ എത്തുമ്പോ വീട്ടിലിരിക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കരുതേ. മഹല്ലുകളോട് പറയാറുള്ളത്, അങ്ങനെ കാള പെറ്റു എന്ന് കേൾക്കുമ്പോ കയറെടുക്കരുത്. നിങ്ങൾ നിർത്തണം, നിങ്ങൾ പള്ളികൾ അടയ്ക്കണമെന്ന് പറയുമ്പോൾ തന്നെ കമ്മിറ്റി വിളിച്ചിട്ട് ഓക്കെ ഒപ്പുവെച്ചിരിക്കുന്നു, പെരുന്നാൾ വരെ ഒറ്റ പള്ളിയിൽ കയറി കളയരുത് എന്ന് പറഞ്ഞങ്ങ് തീരുമാനമെടുത്ത് കളയരുത്. പോകാൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് നമുക്ക് പോകണം. എങ്ങും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നിലനിൽപ്പില്ല എന്ന് കാണുമ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വീട്ടിലിരിക്കേണ്ടി വന്നാൽ അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഇബാദത്തെടുക്കാം. പക്ഷേ ഇനിയും നമുക്കൊരു പള്ളിയില്ലാത്ത, എഴുത്തിക്കാഫില്ലാത്ത, ഇഫ്താറില്ലാത്ത, തറാവീഹില്ലാത്ത, അവസാനത്തെ 10 ഇല്ലാത്ത റമളാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് റമളാൻ ആവേശത്തോടെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷങ്ങളിൽ എങ്ങനെയാണോ അതുപോലെ പരിശുദ്ധ റമളാനെ ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിലൊക്കെ പള്ളി നിറച്ച അവസാനത്തെ 10 പിന്നെ പറയണ്ട. അവിടെ കിലോ കണക്കിന് ചോറ് വെച്ച് കത്താടത്തിന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്താലും തികയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? സത്യവിശ്വാസികൾ ഇങ്ങനെ വീടുകളിൽ ആരുമില്ല, എല്ലാവരും പള്ളിയിലാണ്. പകലുപോലെ പള്ളി, പകലുപോലെ രാത്രികൾ. എന്റെ പ്രിയപ്പെട്ടവർ, അവസാനത്തെ 10 സജീവമാണ്. പക്ഷെ അത് ഇല്ലാത്ത കഴിഞ്ഞ വർഷത്തെ ആ ഒരു ദിവസം വീട്ടിൽ നമുക്ക് പിന്നെ ആശ്വാസത്തിന് പലതും പറയാം. എന്താ പറയുന്നത്? പെണ്ണും പിള്ളയ്ക്ക് തറാവീഹ് ഇമാമത്തിക്കാൻ പറ്റി, അല്ലാഹ് അൽഹംദുലില്ലാ, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതെങ്കിലും പറഞ്ഞ് ആശ്വസിക്കുക, അതെങ്കിലും പറഞ്ഞ് ആശ്വാസം നിർവൃത്തി അടയാണ്. പെണ്ണും പിള്ളക്ക് ഇമാമത്ത് നിൽക്കലാണോ? അവർക്ക് അവിടെ നിന്ന് തറാവീഹ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ചുള്ള നിസ്കാരമാണ്. മരിച്ചിട്ട് നിസ്കരിച്ച് പിന്നെ കുറച്ചങ്ങോട്ട് പോയി വെള്ളമൊക്കെ കുടിച്ച് തിരിച്ചു വന്ന് ബാക്കി വീണ്ടും നിസ്കരിച്ച് അങ്ങനെയൊക്കെ അവർ നിസ്കരിച്ചോളും. അവർക്ക് മക്കളോ പെൺമക്കളോ ആൺമക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സുഖമില്ലാത്തവരോ അവർക്ക് ഇമാമത്ത് നിന്നോളും. പെണ്ണുങ്ങൾക്ക് ഇപ്പൊ കാര്യമായിട്ട് വിവരമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ തുടർന്നോട്ടെ. നമുക്ക് നമ്മുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയുള്ള ഇബാദത്തുകൾ നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദ്വാരക്കണം, പരിശ്രമിക്കണം. ലൈവിലൂടെ ആരും ചീത്തയൊന്നും വിളിച്ചു കളയരുത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായി ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കൂട്ടരാരാണ്? സൂറത്തുൽ ബഖറ അല്ലാഹ് പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. അല്ലാഹു തആല തൗബ ചെയ്യും
നീട്ടുന്നവരോട് വല്ലാത്ത സ്നേഹമാണ് അള്ളാഹുവിന്. അള്ളാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടുന്നവരോട് അള്ളാഹുവിന് വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത സ്നേഹമാണ്. നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് ഒരാള് കൈനീട്ടി, നമ്മൾ കൊടുത്തു 100 രൂപ. നോക്കുമ്പോ പിറ്റെന്നും അതേ സമയത്ത് അവൻ വന്നു നിൽക്കുന്നു. നമ്മൾ വന്നതല്ലേ 50 രൂപയാക്കി കൊടുത്തു. 3-ാം ദിവസം കഥക് തുറന്നപ്പോഴും അയാൾ തന്നെ. നമ്മൾ ചോദിക്കും, ഇന്നലെയും മെലിങ്ങാനും നിങ്ങളല്ലേ വന്നത്? അതാണ്. പക്ഷേ നിങ്ങൾ മാത്രമേ തന്നോളൂ, അതുകൊണ്ട് വീണ്ടും വന്നതാ. അങ്ങനെയൊക്കെ നമുക്കൊരു വലിയ വില തന്നപ്പോ നമ്മൾ 25 രൂപ കൊടുത്തു. 4-ാം ദിവസം നമ്മൾ വീടിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോ അയാൾ വന്നാൽ കഥകടച്ചിട്ട് അകത്തിരിക്കും, നമ്മൾ തുറക്കൂല. ഇനി നിർബന്ധിച്ച് പോകുന്നില്ലെന്ന് കാണുമ്പോ ആ കഥക് തുറന്നിട്ട് നമ്മൾ പറയും, എന്തേ നിനക്ക് അടി വേണോടാ, പോടാ ഇവിടെ നിന്ന്, വേറെ വീട്ടിൽ പൊയ്ക്കോ. അവന് ദേഷ്യം വരുന്നു. എന്നാൽ അള്ളാന്റെ മുമ്പിൽ കൈകൾ നീട്ട്. ഒരിക്കൽ നീട്ടുമ്പോ റബ്ബിന് ചെറിയ സ്നേഹം നമ്മളോട് തോന്നും. വീണ്ടും നീട്ടി, അല്ലാഹുവേ സ്നേഹം കൂടുകയാണ്. വീണ്ടും നീട്ടുന്നു, റബ്ബേ അല്ലാഹുവിന്റെ സ്നേഹം കൂടുകയാണ്. ലാ തസ്അലന്ന ബനി ആദമ ഹാജതൻ വസലില്ലദീ അബ്വാബുഹു ലാ തുഗ്ലഖൂ. അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബുനയ്യ ആദമ ഹീന യസ്അലു യഗ്ളബു. ഒരു മഹാ നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ലാ തസ്അലന്ന ബനി ആദമ ഹാജത. ഒരാവശ്യവും നീ മനുഷ്യനോട് ചോദിക്കല്ലേ, മനുഷ്യനോട് ഒന്നും നീ ചോദിക്കല്ലേ. അവൻ നിന്റെ മുന്നിൽ വീടിന്റെ ജാലകങ്ങൾ കൊട്ടിയടക്കും. അവന് വീടിന്റെ കഥകൾ നിന്റെ മുമ്പിലേക്ക് വലിച്ചടക്കുന്നതാണ്. അടയ്ക്കപ്പെടാത്ത ഒരു വാതിലുണ്ട്. അതാരുടെ വാതിലാണ്? സർവാധിനാഥനായ, സർവേശ്വരനായ, സർവഗുണ സമ്പൂർണനായ, സർവാധിനാഥനായ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ, സർവഗുണ സമ്പൂർണനായ, സർവലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്ന അല്ലാഹ്. അവന്റെ വാതിൽ ഒരിക്കലും അടഞ്ഞു കിടക്കൂല.